ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പം ഇന്ന് നമ്മൾ ICDSൻ്റെ നമ്മുടെ പോർഷൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ഭാഗമാണ് ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. കമ്പ്യൂട്ടറുകൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? എല്ലായിടത്തും കമ്പ്യൂട്ടേഴ്സാണ്. പല ആവശ്യങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കുമായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനൊക്കെയാണ് സാധാരണ നമ്മൾ കമ്പ്യൂട്ടർ എവിടെയൊക്കെയാണ് കാണാറ്? വിദ്യാഭ്യാസത്തിൻ്റെ മേഖലകളിൽ, വ്യാപാരം, വിനോദം, ആശയവിനിമയം ചെയ്യാൻ, പിന്നെ സർക്കാർ സേവനങ്ങൾ, ഗതാഗതം, അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ കമ്പ്യൂട്ടറുകൾ കാണാറുണ്ട് അല്ലേ? അപ്പോൾ കമ്പ്യൂട്ടറുകളില്ലാത്തൊരു ജീവിതം ഇപ്പോൾ നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് വന്നു നിൽക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങൾ, പിന്നെ പ്രിൻ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ്, കമ്പ്യൂട്ടറിനെ ഹാർഡ്വെയർ എന്നും സോഫ്റ്റ്വെയർ എന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഹാർഡ്വെയർ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ഭാഗങ്ങളെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കുന്ന ഭാഗവും സ്പർശിച്ചറിയാൻ സാധിക്കുന്ന ഭാഗം, അതായത് കാണാനും തൊടാനും പറ്റുന്ന ഭാഗത്തിനെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത് അല്ലേ? ഇനി കമ്പ്യൂട്ടറിൻ്റെ ഭൗതിക ശരീരം എന്നറിയപ്പെടുന്നത്, അതായത് നമുക്ക് അതിൻ്റെ ശരീരം, നമുക്ക് തൊടാനും കാണാനൊക്കെ പറ്റുന്ന ആ ശരീരത്തിനെയാണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. അതിനെ തന്നെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് ഇൻപുട്ട് ഡിവൈസ്, രണ്ട് ഔട്ട്പുട്ട് ഡിവൈസ്, മൂന്ന് CPU. CPUവിനെ പറയുന്നതാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ അത് നമ്മൾ എന്താണ് ഇങ്ങനെയുള്ളത് എഴുതി വയ്ക്കുന്ന ഭാഗത്ത് എഴുതി വയ്ക്കുക. CPU എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, പിന്നെ CPU. CPUവിൽ അടങ്ങിയിരിക്കുന്ന ഭാഗങ്ങളാണ് ALU, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ഓക്കെ, ALU എന്ന് വെച്ച് കഴിഞ്ഞാൽ അരിതമെറ്റിക് ലോജിക് യൂണിറ്റ്. അരിതമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് നടത്തുന്നത് ALUവിൽ വെച്ചിട്ടാണ്. പിന്നെ കൺട്രോൾ യൂണിറ്റ്, പിന്നെ മെമ്മറി യൂണിറ്റ്. ഓക്കെ, കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുമായി ബന്ധപ്പെട്ടതും, പിന്നെ കൺട്രോൾ യൂണിറ്റ് എല്ലാ ഭാഗങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത്. അതെല്ലാം ഏതിലാണ് വരുന്നത്? കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിനാണ് CPU അല്ലേ? അപ്പോൾ ആ CPUവിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇനി ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്. ഇൻപുട്ട് ഡിവൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാസ് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസസ് വെച്ചാണ്. അതായത് നമ്മൾ ശേഖരിച്ചിട്ടുള്ള ഡാറ്റയും നിർദ്ദേശങ്ങളും ഒക്കെ കമ്പ്യൂട്ടറിനെ പ്രോസസ്സിങ് ചെയ്യാനായിട്ട് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നു. പ്രോസസ്സ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാനാണോ, അതല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരാനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷൻസ് ചെയ്യാനാണോ, അങ്ങനെ എന്തെങ്കിലും പ്രോസസ്സിങ് ചെയ്യാനായിട്ടുള്ള ഡാറ്റയും നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത് ഏത് വഴിയാണ്? ഇൻപുട്ട് യൂണിറ്റ് വഴിയാണ്. സാധാരണ നമുക്കറിയാം കീബോർഡ്, മൗസ്, പിന്നെ എന്താണ്, അങ്ങനെ ഇൻപുട്ട് യൂണിറ്റ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. അതിൽ സ്മാർട്ട് കാർഡ് റീഡർ, ഡാറ്റകൾ സൂക്ഷിച്ചു വയ്ക്കാനും കൈമാറ്റം ചെയ്യാനും ഒക്കെയാണ് സ്മാർട്ട് കാർഡ് റീഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഫിംഗർ പ്രിൻറ്റ് റീഡർ ഉണ്ട്. അതായത് ബയോമെട്രിക് വെച്ചിട്ട് നമുക്ക് കമ്പ്യൂട്ടറിൽ ഓതൻറ്റിഫിക്കേഷനായിട്ട് കൊടുക്കാം. ഇത് തുറക്കാം, നമ്മൾ ഫോണിലൊക്കെ കാണില്ലേ, അതേപോലെ ബയോമെട്രിക് റീഡേഴ്സ് ഉണ്ട്. പിന്നെ പൂർണ്ണ ആന്തരിക പ്രതിഫലനം, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷന് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ബയോമെട്രിക് സെൻസർ, നമ്മുടെ മനുഷ്യൻ്റെ അനന്യമായ ശാരീരിക പ്രത്യേകതകൾ കൃത്യതയോടെ വായിച്ചെടുക്കാൻ സഹായിക്കുന്നു. അതായത് നമ്മൾ ആധാർ കാർഡൊക്കെ എടുത്തിട്ടുള്ളതാണ് അല്ലേ? അതിൽ നമ്മുടെ കൃഷ്ണമണി സ്കാൻ ചെയ്യും, ഫിംഗർ പ്രിൻ്റൊക്കെ സ്കാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ബയോമെട്രിക് സെൻസർ. ഓക്കെ, അടുത്തത് ഗ്രാഫിക് ടാബ്ലറ്റ്, എഴുതാനുള്ള ഇലക്ട്രോണിക് പ്രതലവും പ്രത്യേക തരം പേനയും. അതായത് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് അത് ഘടിപ്പിച്ചിട്ട് അതിൽ എഴുതുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ബോർഡിൽ എഴുതുന്നത് പോലെ കാണാനായിട്ടൊക്കെ ഹെൽപ്പാവും. അതാണ് ഗ്രാഫിക് ടാബ്ലറ്റ്. പിന്നീട് അടുത്തത് വരുന്നത് പോയിൻ്റ് ഓഫ് സെയിൽ ടെർമിനലാണ്. അതായത് നമ്മൾ കാർഡ് പേയ്മെൻറ്റ് ചെയ്യാൻ ആയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒക്കെ പുറത്തിറക്കിയ പോയിൻ്റ് ഓഫ് സെയിൽ ടെർമിനലാണ് MOPAD. അതും എഴുതി വെക്കണം. എന്താണ്? മൾട്ടി ഓപ്ഷൻ പേയ്മെൻറ്റ് ആക്സെപ്റ്റൻസ് ഡിവൈസാണ് MOPAD. അതേതിലാണ് വരുന്നത്? പോയിൻ്റ് ഓഫ് സെയിൽ ടെർമിനൽ. ഓക്കെ, അതായത് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബാങ്കിലൊക്കെ പോകുമ്പോൾ കാണാറുണ്ട്. അപ്പോൾ അതും എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസാണ്. പിന്നെ അടുത്തത് ഡിജിറ്റൽ ക്യാമറ. ഡിജിറ്റൽ ക്യാമറ എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസാണ്. നമ്മുടെ
ഫോട്ടോ ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അതിനുപയോഗിക്കുന്നത് ഇൻപുട്ട് ഡിവൈസാണ് എന്ത്? ഡിജിറ്റൽ ക്യാമറ. ഇനി ഡിജിറ്റൽ ക്യാമറ കണ്ടെത്തിയത് ആരാണ്? സ്റ്റീവൻ ജെ സാംസൺ. അപ്പോൾ ഒരു ഫ്രഷ് പേജ് എടുക്കുക, അതിലെന്താണ് കണ്ടുപിടുത്തങ്ങൾ എന്ന് ഹെഡിങ് എഴുതുക, എന്നിട്ട് അതിൽ എഴുതി വെച്ചേക്കുക എന്ത്? ഡിജിറ്റൽ ക്യാമറ കണ്ടെത്തിയത് സ്റ്റീവൻ ജെ സാംസൺ. ഇനി കൂടുതൽ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഇൻപുട്ട് ഡിവൈസസിന് മറ്റുദാഹരണങ്ങളാണ് മൗസ്, കീബോർഡ്, ടച്ച് പാഡ്, ട്രാക്ക് പാഡ്, OMR, OCR, MICR, ജോയ്സ്റ്റിക്ക്, മൈക്രോഫോൺ, ട്രാക്ക് ബോൾ, ലൈറ്റ് പെൻ, ബാർകോഡ് റീഡർ, QR കോഡ് റീഡർ, ഫിംഗർ പ്രിൻറ്റ് റീഡർ, സ്മാർട്ട് കാർഡ് റീഡർ, RFID റീഡർ, വെബ് ക്യാമറ, ഡിജിറ്റൽ ക്യാമറ, സ്കാനർ, സൈലസ്, പോയിന്റ് ഓഫ് സെയിൽ ടെർമിനൽ, ബയോമെട്രിക് സെൻസർ, ഗ്രാഫിക് ടാബ്ലറ്റ്. ഇതെല്ലാം എന്തിൽ പെടുന്നു? ഇൻപുട്ട് ഡിവൈസസിൽ പെടുന്നതാണ്. അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് എന്താണ് ചിലപ്പോൾ കുറേ ഡിവൈസസിൻ്റെ പേര് തന്നിട്ട് അതിലേതാണ് ഇൻപുട്ട് ഡിവൈസ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് വരും. ഓക്കെ, ഇനി അടുത്തത് ഔട്ട്പുട്ട് ഡിവൈസാണ്. നമ്മൾ ഡാറ്റ പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന വിവരങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ പുറം ലോകത്തേക്ക് കൊടുക്കുന്നത് ഏത് വഴിയാണ്? ഔട്ട്പുട്ട് ഡിവൈസസിലൂടെയാണ്, അതായത് ഔട്ട്പുട്ട് ഘടകത്തിലൂടെയാണ്. മോണിറ്റർ അല്ലേ, നമ്മൾ കൊടുത്ത ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ഫോട്ടോ സ്കാൻ ചെയ്തിട്ട് അത് നമുക്ക് എവിടെയാണ് കാണുന്നത്? നമ്മുടെ മോണിറ്ററിൽ. അതിൽ നമുക്ക് വേണമെങ്കിൽ അത് പ്രിൻ്റ് എടുക്കാം അല്ലേ. അപ്പോൾ മോണിറ്ററും പ്രിൻ്ററൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണങ്ങൾ. അപ്പോൾ ഫസ്റ്റ് മോണിറ്റർ നോക്കാം. ആദ്യം ഉണ്ടായിരുന്നത് മോണോക്രോം മോണിറ്ററാണ്. പിന്നീടാണ് CRT, LCD, LED അങ്ങനത്തെ മോണിറ്റേഴ്സൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററാണ് മോണോക്രോം മോണിറ്റർ. ഓക്കെ, മോണിറ്ററിൻ്റെ വലിപ്പം നമ്മൾ കണക്കാക്കുന്നത് കുറുകെ ഡയഗണൽ പോലെ. അപ്പോൾ ഇത്രയുമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡയഗണൽ, ഒരു എൻഡ് തൊട്ട് അടുത്ത എൻഡ് വരെ ഇങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വലിപ്പം കണക്കാക്കുക. അതായത് ഇഞ്ച് കണക്ക്. നമ്മൾ TV ഒക്കെ വാങ്ങില്ലേ, 43 ഇഞ്ച്, 21 ഇഞ്ച്. അപ്പോൾ അതും ഇതേപോലെ ഡയഗണൽ ലെങ്ത് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ വലിപ്പം പറയുന്നത്. ഇനി ഡിജിറ്റൽ ഇമേജിലെ ഏറ്റവും ചെറിയ എലമെൻറ്റിനാണ് നമ്മൾ പിക്സൽ എന്ന് പറയുന്നത്. പിക്സലിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് റെസല്യൂഷൻ തീരുമാനിക്കുക. പിക്സലിൻ്റെ എണ്ണം കൂടുമ്പോൾ എന്താവും? റെസല്യൂഷൻ കൂടും. അതായത് നല്ല ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ക്യാമറകളിലൊക്കെ എന്താവും? റെസല്യൂഷൻ കൂടിയ ക്യാമറാസ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതെന്താണ്? പിക്സലിൻ്റെ എണ്ണം കൂടിയതാണ്. പിക്സലിൻ്റെ വലിപ്പം കൂടിപ്പോയി കഴിഞ്ഞാൽ റെസല്യൂഷനും വ്യത്യാസമാവും. ഇനി നമ്മൾക്ക് എഴുതി വെക്കേണ്ട ഭാഗമാണ് എന്ത്? PPI. എന്താണ് PPI? പിക്സൽ പെർ ഇഞ്ചാണ്. അപ്പോൾ ഓരോ ദിവസവും ഡെയിലി അത് എഴുതി വയ്ക്കുക. അപ്പോൾ പിന്നെ പരീക്ഷ ആകുമ്പോഴത്തേക്കും കൺഫ്യൂഷനൊന്നും വരില്ല. ഇനി നമുക്ക് അപ്പോൾ മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഇനി അടുത്തത് പ്രിൻ്റർ. അതും ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസാണ് എന്ത്? പ്രിൻ്റർ എന്ന് പറയുന്നത്. ഹാർഡ് കോപ്പി ആയിട്ട് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ PSC എക്സാമിൻ്റെ ഫോമൊക്കെ നമ്മൾ പ്രിൻ്റ് എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഒരു ഹാർഡ് കോപ്പി കിട്ടുന്നതിനുള്ള ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ് പ്രിൻ്റർ. അതിൽ ഫസ്റ്റ് ഇമ്പാക്റ്റ് പ്രിൻ്റർ, പിന്നെ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഉണ്ട്. ഓക്കെ, പ്രിൻ്ററിൻ്റെ ഹെഡും പേപ്പറും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് ഗൂം ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഡെയ്സി വീൽ പ്രിൻ്റർ ഉണ്ട്, ഡ്രം പ്രിൻ്റർ ഉണ്ട്, ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ ഉണ്ട്, ലൈൻ പ്രിൻ്റർ ഉണ്ട്. ഇനി ഈ നമ്മുടെ ഇമ്പാക്റ്റ് പ്രിൻ്ററിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ക്യാരക്ടർ പ്രിൻ്റർ അതിൽ വരുന്നതാണ് ഡെയ്സി വീൽ പ്രിൻ്ററും ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററും. പിന്നെ രണ്ടാമത്തതാണ് ലൈൻ പ്രിൻ്റർ. അതിൽ ചെയിൻ പ്രിൻ്റർ ഉണ്ട്, ഡ്രം പ്രിൻ്റർ ഉണ്ട്. ഓക്കെ, അടുത്തത് അപ്പോൾ ഒന്ന് പറഞ്ഞു ഏത്? ഇമ്പാക്റ്റ് പ്രിൻ്റർ. രണ്ടാമത്തതാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ ഹെഡും പേപ്പറും തമ്മിൽ കൂട്ടിമുട്ടാണ്ട് നമുക്ക് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രിൻ്ററാണ് എന്ത്? നോൺ ഇമ്പാക്റ്റ്. ഓക്കെ, അത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാത്തത്. ഓക്കെ, അപ്പോൾ ഇത് അതിന് എക്സാമ്പിളാണ് ഇങ്ക് ജെറ്റ് പ്രിൻ്റർ ഉണ്ട്, ലേസർ പ്രിൻ്റർ ഉണ്ട്, തേർമൽ പ്രിൻ്റർ ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ഓർക്കുക, എന്താണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്ററിൻ്റെ ഹെഡും പേപ്പറും തമ്മിൽ കൂട്ടിമുട്ടുമ്പോഴാണ് പ്രിൻ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തത് എന്ത്? നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്തായിരുന്നു? പ്രിൻ്ററിൻ്റെ ഹെഡും പേപ്പറും തമ്മിൽ കൂട്ടിമുട്ടാണ്ടാണ് നമ്മൾ നോൺ ഇമ്പാക്റ്റ് കൂട്ടിമുട്ടാതെ എന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ.
ഇനി അടുത്ത ഭാഗം നോക്കാം. ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ഭയങ്കര ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കാർബൺ കോപ്പി പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ രണ്ടാമത്തത്, അത് വളരെ വേഗത കുറവാണ്, പിന്നെ വലിയ ശബ്ദമാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്ററിൻ്റെ ഒരു പ്രശ്നം. വേഗത കുറവാണ്, പിന്നെ വളരെയധികം ശബ്ദമുണ്ടാക്കുന്നു എന്നുള്ളത്. പിന്നെ ഒരു ജോയ്സ്റ്റിക്ക് എന്നുള്ളൊരു ഉപകരണമുണ്ട് അല്ലേ. അതെന്തിനാണ്? നമ്മൾ വീഡിയോ ഗെയിമൊക്കെ കളിക്കാനായിട്ടാണ് ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. അതൊരു പോയിൻറ്റിങ് ഡിവൈസാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഗെയിമൊക്കെ കളിക്കുന്നതിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ബോക്സ് അതിൻ്റെ മുകളിലൊരു സ്റ്റിക്ക് പോലെ. അപ്പോൾ അതാണ് ജോയ്സ്റ്റിക്ക്. വീഡിയോ ഗെയിം കളിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. എന്തിനുള്ള ഡിവൈസാണ്? പോയിൻറ്റിങ് ഡിവൈസാണ്. നെക്സ്റ്റ് വൺ ഈസ് ലൈറ്റ് പെൻ. ലൈറ്റ് പെൻ എന്താണ്? സ്ക്രീനിൽ നിന്ന് നമുക്ക് നേരിട്ട് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ലൈറ്റ് പെൻ. അപ്പോൾ ഇതൊരു ഇൻപുട്ട് ഡിവൈസാണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, അതായത് CAD. നമ്മൾ വീടിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുന്നത് CAD എന്നുള്ളത് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഡിസൈനിങ്ങിലൊക്കെ സ്ക്രീനിൽ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാനായിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്, ലൈറ്റ് പെൻ ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സ്കാനർ. സ്കാനർ എന്തിനാ? ചിത്രങ്ങളും ഡോക്യുമെൻറ്റുകളൊക്കെ ഡിജിറ്റൽ ഫോമിൽ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാനായിട്ടാണ് സ്കാനർ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, അപ്പോൾ അത് സ്കാൻ ചെയ്താൽ കമ്പ്യൂട്ടറിൻ്റെ അകത്തേക്ക് എത്തും അല്ലേ. നെക്സ്റ്റ് വൺ മൈക്രോഫോൺ. അതായത് മൈക്കിൻ്റെ അതേപോലെ അനലോഗ് രൂപത്തിലുള്ള ശബ്ദത്തിനെ ഡിജിറ്റൽ രൂപത്തിലാക്കാനാണ് മൈക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ ട്രാക്ക് ബോൾ ഉണ്ട്. ട്രാക്ക് ബോൾ മൗസിൻ്റെ പോലെ തന്നെ പെർഫോം ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കഴ്സർ നീക്കാനും പോയിൻ്റ് ചെയ്യാനൊക്കെ ആയിട്ട്. നെക്സ്റ്റ് ക്വിക്ക് റെസ്പോൺസ് റീഡർ. QR കോഡിനെ മനസ്സിലാക്കാനായിട്ടാണ്. നമ്മൾ QR കോഡ് സ്കാനർ കണ്ടിട്ടില്ലേ, അത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലൂടെയൊക്കെ കാണാം അല്ലേ. അപ്പോൾ QR കോഡിനെ മനസ്സിലാക്കാനായിട്ടാണ് ക്വിക്ക് റെസ്പോൺസ് റീഡർ ഉപയോഗിക്കുന്നത്. QR കോഡിന് സാധാരണ ബാർ കോഡിൻ്റെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ വളരെ കൂടുതലായിട്ടുള്ള ഡാറ്റ നമുക്ക് ശേഖരിക്കാനായിട്ട് പറ്റും. അടുത്തത് ബാർകോഡ് റീഡർ. ബാർകോഡ് റീഡ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്? ബാർകോഡ് റീഡർ. ക്വിക്ക് റെസ്പോൺസ് റീഡർ എന്തിനായിരുന്നു? QR കോഡിനെ മനസ്സിലാക്കാനായിട്ട് ഉപയോഗിക്കുന്നു. QR കോഡിന് സാധാരണ ബാർകോഡിനെക്കാട്ടും കൂടുതൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇനി ബാർകോഡ്സിനെ റീഡ് ചെയ്യാനായിട്ട് QR കോഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ക്വയറിൽ ബ്ലാക്കും ഇതൊക്കെ ആയിട്ട് QR കോഡുകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ പ്രോഡക്ട്സിൻ്റെ പിന്നിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാം. ബാർകോഡ് റീഡർ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ എവിടെയാണ് കാണുക? ഓരോ ഐറ്റത്തിൻ്റെ പിന്നിൽ ബാർകോഡ് ഉണ്ടാവും. അത് സ്കാൻ ചെയ്യുമ്പോൾ ഡയറക്റ്റ് അതിൻ്റെ പ്രൈസ് നമുക്ക് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ബാർകോഡ് റീഡ് ചെയ്യാനായിട്ടാണ് ബാർകോഡ് റീഡർ ഉപയോഗിക്കുന്നത്. ബാർകോഡിൽ എത്ര ന്യൂമറിക് ക്യാരക്ടർ ഉണ്ടെന്ന് വെച്ചിട്ടാണ് അത് റീഡ് ചെയ്യുന്നത്. ബാർകോഡ് റീഡറിൻ്റെ പിതാവാണ് നോർമൻ ജോസഫ് വുഡ്ലാൻഡ്. ഇന്ത്യൻ ബാർകോഡ് നമ്പർ ആരംഭിക്കുന്നത് ഏത് നമ്പറിൽ വെച്ചിട്ടാണ്? 890 വെച്ചിട്ടാണ് ഇന്ത്യയിലത്തെ ബാർകോഡ് നമ്പർ ആരംഭിക്കുന്നത്, 890. അപ്പോൾ ബാർകോഡ് റീഡറിൻ്റെ പിതാവ് കണ്ടുപിടുത്തങ്ങൾ എഴുതി വയ്ക്കുന്ന പേജിൽ എഴുതി വെച്ചേക്കുക. ബാർകോഡ് റീഡറിൻ്റെ പിതാവാണ് നോർമൻ ജോസഫ് വുഡ്ലാൻഡ്. ഇനി അടുത്തത് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ. റേഡിയോ ഫ്രീക്വൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് അതിനെയാണ് RFID. റേഡിയോൻ്റെ R, ഫ്രീക്വൻസിയുടെ F, ഐഡൻറ്റിഫിക്കേഷൻ്റെ ഷോർട്ടായിട്ട് ID. അപ്പോൾ RFID ടാഗ് റീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന എയർലൈൻ ലഗേജിൽ കാണുന്ന ടാഗാണ് ഇത് പറയുന്നത് RFID. എയർലൈനിൽ ലഗേജസിന് ഓരോ ടാഗ് കിട്ടും അല്ലേ. അപ്പോൾ അത് ഇനി അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ആണ് ASCII എന്തായിരുന്നു. അപ്പോൾ അത് അബ്രിവിയേഷൻസ് എഴുതുന്ന ഭാഗത്ത് റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷനും എഴുതി വയ്ക്കുക. അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച് ASCII. അതായത് ഒരു കീ സ്ട്രോക്കിനെ അതിന് സമാനമായിട്ടുള്ള ബിറ്റിലേക്ക് നമ്മളിപ്പോൾ ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ബിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ASCII. ഒരു കീ സ്ട്രോക്കിനെ അതിന് സമാനമായിട്ടുള്ള ബിറ്റിലേക്ക് മാറ്റാൻ സഹായിക്കുന്നു. ഇനി എത്ര ബിറ്റുകൾ ഉപയോഗിച്ചാണ് ASCII കോഡിലെ അക്ഷരങ്ങളെ പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളത് നോക്കണം.
ഇന്ത്യൻ ഭാഷനെ കമ്പ്യൂട്ടർ കോഡിൽ ഉള്ള നിയമങ്ങളുണ്ട്, കുറേ കമ്പ്യൂട്ടറിൻ്റെ കോഡിലുള്ള നിയമങ്ങളുണ്ട്. അതിനെ അടിസ്ഥാനമായിട്ട് സ്വീകരിച്ചിട്ടുള്ള കോഡിംഗ് സമ്പ്രദായത്തിനാണ് ISCII, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അതായത് ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട് അല്ലേ, ഓരോ കാര്യങ്ങൾക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ ഭാഷകൾ കമ്പ്യൂട്ടർ കോഡിലുള്ള നിയമാവലിയാണ്. ഓരോന്നും എഴുതുന്നതിനും ടൈപ്പ് ചെയ്യുന്നതിനൊക്കെ ഓരോ നിയമങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സ്വീകരിച്ചിട്ടുള്ള കോഡിംഗ് സമ്പ്രദായത്തിനാണ് എന്തെന്ന് പറയുന്നത് ISCII, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇനി നെക്സ്റ്റ് വണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണ്. സ്കാൻ ചെയ്ത ഇമേജിനെയൊക്കെ നമുക്ക് ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റാനായിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. നമ്മൾ സ്കാൻ ചെയ്ത് പിക്ചേഴ്സൊക്കെ സ്കാൻ ചെയ്തെടുത്തു, അതിനെ ഈക്വലൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റിലേക്ക് മാറ്റാനായിട്ടാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ഓക്കെ, ഇനി അടുത്തത് ടച്ച് പാഡ് അല്ലെങ്കിൽ ട്രാക്ക് പാഡ് എന്ന് പറയും. ലാപ്ടോപ്പിൽ മൗസിന് പകരം നമ്മളൊരു സ്ക്വയർ ഭാഗത്ത് നമ്മൾ ടച്ച് ചെയ്തിട്ട് പോയിൻ്റർ കേഴ്സറൊക്കെ മാറ്റും അല്ലേ, മൗസിന് പകരം. ആ ഭാഗത്തിനാണ് എന്തെന്ന് പറയുന്നത് ടച്ച് പാഡ് അല്ലെങ്കിൽ ട്രാക്ക് പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ക്ലാസ്സിൽ നമ്മളെടുത്തതൊന്നും കൂടി ഓർക്കാം. നമ്മൾ കമ്പ്യൂട്ടറാണ് പഠിച്ചത്. കമ്പ്യൂട്ടർ എന്താണ്? വിദ്യാഭ്യാസം, വ്യാപാരം, വിനോദം, അങ്ങനെ പല മേഖലകളിലും നമുക്ക് കമ്പ്യൂട്ടർ കാണാൻ പറ്റും. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ, കമ്പ്യൂട്ടറിനെ കാണാനും സ്പർശിക്കാനും പറ്റുന്നതിനെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. കാണാനോ സ്പർശിക്കാനോ പറ്റാത്ത ഭാഗങ്ങളെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഭൗതിക ശരീരം, നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റുന്ന ഭാഗത്തിനെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നു. അതിനെ മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, CPU. ഇൻപുട്ട് ഡിവൈസ് ഇൻപുട്ടുകൾ കൊടുക്കാൻ, ഔട്ട്പുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ലഭിക്കാനായിട്ട്. CPU എന്തായിരുന്നു? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. കാൽക്കുലേഷൻസ് ഒക്കെ നടത്തുന്നത് CPUവിലാണ്. CPUവിൽ കുറച്ച് CPUവിനെ പിന്നെ നമുക്ക് ഭാഗിക്കാം ഏതൊക്കെയായിട്ട്? ALU, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ഓക്കെ, ഇനി ഇൻപുട്ട് ഡിവൈസസ് എന്താണെന്നുള്ളത്. ഇൻപുട്ട് ശേഖരിക്കാനും അത് നിർദ്ദേശങ്ങളൊക്കെ പ്രോസസ്സിങ് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ഇൻപുട്ട് യൂണിറ്റ്. പലതരത്തിലുള്ള ഇൻപുട്ട് യൂണിറ്റ്, ബേസ് ഇൻപുട്ട് യൂണിറ്റ് ഏതാണ്? കീബോർഡൊക്കെയാണ് അല്ലേ. അപ്പോൾ പിന്നെ അത് കൂടാണ്ട് സ്മാർട്ട് കാർഡ് റീഡർ പറഞ്ഞു, ഡാറ്റ സൂക്ഷിക്കാനും കൈമാറ്റം ചെയ്യാനുള്ള പ്ലാസ്റ്റിക് സ്മാർട്ട് കാർഡ് ഇപ്പോൾ ഉണ്ട് അല്ലേ. ഇനി അടുത്തത് ഏതായിരുന്നു? ഫിംഗർ പ്രിൻറ്റ് റീഡർ. നമുക്കറിയാം ബയോമെട്രിക് ഇതാക്കുന്നത്. അടുത്തത് ബയോമെട്രിക് സെൻസറാണ്. പിന്നെ ഗ്രാഫിക് ടാബ്ലറ്റ്, പോയിൻ്റ് ഓഫ് സെയിൽ ടെർമിനൽ അത് പറഞ്ഞു. നെക്സ്റ്റ് വൺ ഏതായിരുന്നു? ഡിജിറ്റൽ ക്യാമറ. അത് കണ്ടെത്തിയത് ആരാന്നാണ് പറഞ്ഞത്? സ്റ്റീവൻ ജെ സാംസൺ. ഇനി കൂടുതൽ ഇൻപുട്ട് ഡിവൈസസിന് എക്സാമ്പിൾസ് മൗസ്, കീബോർഡ്, ടച്ച് പാഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെന്താണ് പറഞ്ഞാൽ? ഔട്ട്പുട്ട് ഡിവൈസ്, അതായത് ഡാറ്റ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത് ഇൻപുട്ട് ഡിവൈസ് വഴി. അത് കാൽക്കുലേഷൻസ് നടക്കുന്നത് CPUവിലാണ്. അത് കഴിഞ്ഞിട്ട് ആ കാൽക്കുലേഷൻസ് ചെയ്തതിന് ശേഷം റിസൾട്ട് നമുക്ക് കമ്പ്യൂട്ടർ കാണിച്ചു തരുന്ന ഭാഗത്തിനാണ് എന്തെന്ന് പറയുന്നത്? ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. സാധാരണ മോണിറ്ററും പ്രിൻ്ററൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസിന് എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? മോണിറ്റർ, CRT LED മോണിറ്ററൊക്കെ പിന്നീടാണ് വന്നത്. ആദ്യം ഉണ്ടായിരുന്നത് ഏതായിരുന്നു? മോണോക്രോം മോണിറ്ററാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്ററിനാണ് ഈ മോണോക്രോം മോണിറ്റർ എന്ന് പറയുന്നത്. അതിൻ്റെ സൈസ് നമ്മളെങ്ങനെയാണ് കാണുന്നത്? ഇഞ്ചായിട്ടാണ് അല്ലേ, ഡയഗണലിൻ്റെ ലെങ്ത്ത് നോക്കിയിട്ടാണ് അത് നമ്മൾ കാണുന്നത്. പിന്നെ പിക്സലിൻ്റെ എണ്ണം വെച്ചിട്ട് നമ്മൾ റെസൊല്യൂഷൻ തീരുമാനിക്കുന്നു. പിക്സലിൻ്റെ എണ്ണം കൂടുമ്പോൾ റെസൊല്യൂഷൻ കൂടും. കൂടുതൽ ക്ലാരിറ്റി ഉള്ള പിക്ചറിന് എന്താണ്? റെസൊല്യൂഷൻ കൂടുതലാണെന്ന് ഓർക്കുക. പിന്നെ PPI, പിക്സൽ പെർ ഇഞ്ച്. അപ്പോൾ ഡെയിലി പഠിക്കുന്നതിലെ ആ പോയിൻറ്റ്സുകൾ, അബ്രിവിയേഷൻസ് എഴുതുന്ന ഭാഗത്ത് എഴുതേണ്ടത് അത് എഴുതി വയ്ക്കുക, കണ്ടുപിടുത്തങ്ങൾ എഴുതി വെക്കേണ്ടത് അത് എഴുതി വയ്ക്കുക. അപ്പോൾ ഡെയിലി നമ്മളങ്ങനെ എഴുതി പോകുമ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് റിവൈസ് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാവും. പഠനത്തിനേക്കാളും ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? റിവിഷനാണ് അല്ലേ. ഓക്കെ, അപ്പോൾ തിരിച്ചു വരാം. ഔട്ട്പുട്ട് യൂണിറ്റ് പറഞ്ഞു, മോണിറ്റർ പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഒരു ഔട്ട്പുട്ട് യൂണിറ്റാണ് പ്രിൻ്റർ. ഹാർഡ് കോപ്പി കിട്ടാനായിട്ട് പ്രിൻ്റ് എടുക്കാനാണ് നമ്മൾ പ്രിൻ്റർ യൂസ് ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ളതുണ്ട്. ഇമ്പാക്റ്റ് പ്രിൻ്ററുണ്ട്, നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുണ്ട്. ഇമ്പാക്റ്റ് പ്രിൻ്റർ എന്താ പറഞ്ഞത്? പ്രിൻ്ററിൻ്റെ ഹെഡും പേപ്പറും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇമ്പാക്റ്റ് പ്രിൻ്റർ. നോൺ ഇമ്പാക്റ്റ് എന്തായിരുന്നു? അതിൽ
പ്രിൻ്ററിൻ്റെ ഹെഡും പേപ്പറും തമ്മിൽ കൂട്ടിമുട്ടാത്തതാണ് നോൺ ഇമ്പാക്റ്റ്. ഇമ്പാക്റ്റ് പ്രിൻ്ററിന് എക്സാമ്പിൾ ഡെയ്സി വീൽ പ്രിൻ്റർ, ഡ്രം പ്രിൻ്റർ, ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ, ലൈൻ പ്രിൻ്റർ. ഡി 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 എന്ന് വെച്ചിട്ടുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഡി വെച്ചിട്ട് കണ്ട, ഡെയ്സി വീലിൻ്റെ ഡി, ഡ്രം പ്രിൻ്റർ ഡി, ഡോട്ട് മാട്രിക്സിൻ്റെ ഡി. അപ്പോൾ എന്തായിരുന്നു, ഇമ്പാക്റ്റ് പ്രിൻ്റർ ഡി വെച്ചിട്ട് എക്സാമ്പിൾസ് അങ്ങനെ ഓർത്ത് വയ്ക്കുക. എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മറക്കാതിരിക്കും. ഇനി നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, ലേസർ പ്രിൻ്റർ, തെർമൽ പ്രിൻ്റർ. സാധാരണ കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ മിക്സ് ചെയ്ത് തന്നിട്ട് അതിൽ നിന്നും ഇമ്പാക്റ്റ് പ്രിൻ്റർ ഏത്, അല്ലെങ്കിൽ ഇമ്പാക്റ്റ് കുറേ തന്നിട്ട് ഇമ്പാക്റ്റ് പ്രിൻ്റർ അല്ലാത്തത് ഏത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നതാണ് അല്ലേ. അപ്പോൾ ഓരോന്നും പഠിക്കുമ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ. പിന്നെ മറ്റ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, സ്കാനർ, മൈക്രോഫോണ്, ട്രാക്ക് ബോൾ, ക്വിക്ക് റെസ്പോൺസ് റീഡർ, ബാർകോഡ് റീഡർ. പിന്നെ അത് അബ്രിവേഷൻസ് എഴുതാനുള്ളടത്ത് എഴുതി വയ്ക്കുക. ISCII എന്തായിരുന്നു? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇനി അതുപോലെ ASCII എന്തായിരുന്നു? A ഫോർ അമേരിക്കൻ. ബാക്കിയെല്ലാം സെയിം തന്നെ. ISCII എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡായിരുന്നു ബാക്കി ഇതിൽ ആകുമ്പോൾ അമേരിക്കനായി. ബാക്കിയെല്ലാം സെയിം തന്നെ. കണ്ടോ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ഇവിടെ ഒരൊറ്റ ഫസ്റ്റ് വാക്ക് മാത്രമാണ് മാറുന്നത്. ഫസ്റ്റ് വൺ അമേരിക്കനാണ്, ഇത് ഇന്ത്യനാണ്. ISCII എന്ന് വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡറും ടച്ച് പാഡ്, ട്രാക്ക് പാഡൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. അപ്പോൾ എല്ലാവരും ഈ ഭാഗം നല്ല രീതിയിൽ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ. നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലിയിൽ എത്രയും പെട്ടെന്ന് എത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.